ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാര പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ആയില്യം തിരുനാൾ. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാര പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ആയില്യം തിരുനാൾ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഡൽഹിയിൽ വിപ്ലവത്തിൻ്റെ നേതാവ് ബഹദൂർ ഷാ II ആയിരുന്നു. ഡൽഹിയിൽ വിപ്ലവത്തിൻ്റെ നേതാവ് ബഹദൂർ ഷാ II ആയിരുന്നു. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. ഡൽഹിയിൽ വിപ്ലവത്തിൻ്റെ നേതാവ് ബഹദൂർ ഷാ II. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹം. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു? കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു? കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും. 8ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽഡ് ആണ്. 9. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ചിനാബ് നദിയിൽ. ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ചിനാബ് നദിയിൽ. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമുള്ളത്. 1991 ആരംഭിച്ചു. ആഗോളവൽക്കരണം ഉണ്ടായിരുന്നു. നരസിംഹം റിപ്പോർട്ടാണ് അടിസ്ഥാനം. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടവയാണ് 1991 ആരംഭിച്ചു. ആഗോളവൽക്കരണം, നരസിംഹം റിപ്പോർട്ട്. ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിൻ്റെ ശാസ്ത്രനാമമാണ്? ഗോതമ്പ്. ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിൻ്റെ ശാസ്ത്രനാമമാണ്? ഗോതമ്പ്. ഏഷ്യൻ ഗെയിംസ് 2023 ബന്ധപ്പെട്ടവ. ഇന്ത്യ 28 സ്വർണം നേടി. ചൈനയിലെ ഹാങ്ഫുവിൽ നടന്നു. അടുത്തത് ജപ്പാനിൽ നടക്കും. ഇവ ശരിയായ പ്രസ്താവനകളാണ്. ഏഷ്യൻ ഗെയിംസ് 2023 ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യ 28 സ്വർണം നേടി. ചൈനയിലെ ഹാങ്ഫുവിൽ നടന്നു. അടുത്തത് ജപ്പാനിൽ നടക്കും. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായവയാണ്.
അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ഡോക്ടർ എസ് സ്വാമിനാഥൻ നയിച്ചു. രാസവളം കീടനാശിനി ഉപയോഗം വർദ്ധിച്ചു. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു, ഡോക്ടർ എസ് സ്വാമിനാഥൻ നയിച്ചു, രാസവളം കീടനാശിനി ഉപയോഗം വർദ്ധിച്ചു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസാവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ: വിദ്യാഭ്യാസാവകാശം 86-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. വിദ്യാഭ്യാസാവകാശം 86-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? അമേരിക്കൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? അമേരിക്ക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 324. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 324. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. ഇതൊരു ശരിയായ പ്രസ്താവനയാണ്. വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1959 61-ാം ഭേദഗതി. വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1959 61-ാം ഭേദഗതി. ഇന്ത്യൻ ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ ഏതെല്ലാം? 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 186. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങളാണ് 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 186. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം? 2007 മെയ് 4. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം 2007 മെയ് 4. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1994 ഏപ്രിൽ 23. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1994 ഏപ്രിൽ 23. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഹീമോസോയിൽ. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം ഹീമോസോയിൽ ആണ്. HIV ബാധ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് എലീസ ടെസ്റ്റ്. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് എലീസ. പ്രസവ സമയത്ത് ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാൽ ആണ് കൊളസ്ട്രം. ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് IgA. പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാൽ ആണ് കൊളസ്ട്രം. ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് IgA. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോൺ? ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ? ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ? HPV. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷനാണ് HPV. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? ക്ലിപ്റ്റോഗ്ലാനിസ് ഷാജി,
ഹൊറോഗ്ലാനിസ് അബ്ദുൽ കലാമി പാഞ്ചിയോ ബുജിയ എനിംജന കൊല്ലം. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകളാണ് ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി, ഹൊറഗ്ലാനിസ് അബ്ദുൽ കലാമി, പാഞ്ചിയോ ബുജിയ, എനിംജന കൊല്ലം. ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജ്ജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലായിരിക്കും. കാരണം വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജ്ജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. താഴെ പറയുന്നവയിൽ പ്രകാശത്തിന്റെ സ്വഭാവങ്ങൾ ഏതെല്ലാമാണ്? ശൂന്യതയിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് പ്രകാശത്തിന്. ശൂന്യതയിലൂടെ പ്രകാശത്തിന് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. നിശ്ചിത വേഗതയുണ്ട്. ഊർജം വഹിച്ചുകൊണ്ട് പോകാൻ കഴിയും പ്രകാശത്തിന്. ശൂന്യതയിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവ് പ്രകാശത്തിനുണ്ട്. നിശ്ചിത വേഗതയിൽ സഞ്ചരിക്കുന്നു. ഊർജം വഹിച്ചുകൊണ്ട് പോകാനുള്ള കഴിവ് പ്രകാശത്തിനുണ്ട്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ്. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്ര? 7 മുകളിൽ. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്ര? 7 മുകളിൽ. അറ്റോമിക സംഖ്യ 23 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും? ഡി ബ്ലോക്ക്. അറ്റോമിക സംഖ്യ 23 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും? ഡി ബ്ലോക്ക്. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിരിക്കുന്നു? 5 മോൾ. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിരിക്കുന്നു? 5. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലിമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? നിക്രോം. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? നിക്രോം. രാജ രവിവർമ്മയെക്കുറിച്ച് പ്രസ്താവനയായ ശരിയായവ: പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണൻ. പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. രാജ രവിവർമ്മ കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള. പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണൻ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? സാഹിത്യമഞ്ജരി 4-ാം ഭാഗം. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? സാഹിത്യമഞ്ജരി 4-ാം ഭാഗം. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി? നളചരിതം ആട്ടക്കഥ. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്: ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം. ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യക്ക് 3-ാം കിരീടം. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ: ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3-ാം കിരീടം. ശരിയായ പ്രസ്താവന ഏത്? 286 ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത്. ഇതൊരു ശരിയായ പ്രസ്താവനയാണ്. 286 ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത്. അടുത്ത മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ബിൻസ് പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസം അധികരിക്കാൻ പാടില്ല? 14 ദിവസം. ബിൻസ് പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസം അധികരിക്കാൻ പാടില്ല? 14 ദിവസം. ബിൻസിൻ്റെ ഏത് അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്? അധ്യായം 11. ബിൻസിൻ്റെ ഏത് അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്? അധ്യായം 11.
കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ്? സംസ്ഥാന പോലീസ് മേധാവി. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ്? സംസ്ഥാന പോലീസ് മേധാവി. ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്ത തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ഏതാണ്? 7 വർഷം വരെ തടവ്. ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്ത തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 7 വർഷം തടവ്. ബിൻസസ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണവും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കേണ്ടത് സെക്ഷൻ 47 പ്രകാരം. BNSS പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശം അറിയിക്കേണ്ടത് സെക്ഷൻ 47 പ്രകാരം. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ എന്തിനെ പറ്റി വിശദീകരിക്കുന്നു? കമ്മ്യൂണിറ്റി പോലീസിംഗ്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 താഴെ പറയുന്നവയിൽ ഏതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? കമ്മ്യൂണിറ്റി പോലീസിംഗ്. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ ഏത് സെക്ഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 23. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ ഏത് സെക്ഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? സെക്ഷൻ 23. ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിൽ ഭയം ഉളവാക്കുവാനോ ചെയ്താൽ അയാൾ ഡാഷ് എന്ന കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കുന്നു. ആക്രമണം. ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിൽ ഭയം ഉളവാക്കുകയോ ചെയ്താൽ അയാൾ ആക്രമണം എന്ന കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കുന്നു. ഭാരതീയ സാക്ഷ്യ അധിനിയമം പ്രകാരം കരിക്കേച്ചർ ഒരു രേഖയാണ്. ഭാരതീയ സാക്ഷ്യ അധിനിയം പ്രകാരം കാരിക്കേച്ചർ ഒരു രേഖയാണ്. ഒരു ഗ്രാമത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയോ താഴെ പറയുന്ന ചില വസ്തുതകളെ പറ്റി അറിയിക്കേണ്ടതാണ്. മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കുപ്രസിദ്ധ വ്യക്തിയുടെ ഗ്രാമത്തിനകത്തോ അടുത്തോ ഉള്ള സ്ഥിരമോ താൽക്കാലികമായ താമസ സ്ഥലം, ഗ്രാമത്തിലോ സമീപത്തോ പെട്ടെന്നുള്ളതോ അസ്വാഭാവികമായ മരണം സംഭവിക്കുകയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ സമീപത്തോ ഏതെങ്കിലും മൃതദേഹമോ മൃതദേഹത്തിൻ്റെ ഭാഗമോ കണ്ടെത്തുകയോ ചെയ്യുക. ഒരു ഗ്രാമത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയോ താഴെ പറയുന്ന ചില വസ്തുതകളെ പറ്റി അറിയിക്കേണ്ടതാണ്. മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കുപ്രസിദ്ധ വ്യക്തിയുടെ ഗ്രാമത്തിനകത്തോ അടുത്തോ ഉള്ള സ്ഥിരമോ താൽക്കാലികമായ താമസ സ്ഥലം, ഗ്രാമത്തിലോ സമീപത്തോ പെട്ടെന്നുള്ളതോ അസ്വാഭാവികവുമായ മരണം സംഭവിക്കുകയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ സമീപത്തോ ഏതെങ്കിലും മൃതദേഹമോ മൃതദേഹത്തിൻ്റെ ഭാഗമോ കണ്ടെത്തുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ. ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കേണ്ടത്? തദ്ദേശ ഭരണത്തലവൻ. ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കേണ്ടത്? തദ്ദേശ ഭരണത്തലവൻ. ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ ഏതാണ്? 14 കൊല്ലത്തിൽ കുറയാത്ത കഠിന തടവ്. ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ്? 14 കൊല്ലത്തിൽ കുറയാത്ത കഠിന തടവ്. NDPS നിയമം ആർക്കെല്ലാം ബാധകമാകും? ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും. NDPS നിയമം ആർക്കെല്ലാം ബാധകമാകും? ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും. 1955 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 31A പ്രകാരമുള്ള വധശിക്ഷ ഏതൊക്കെ കുറ്റങ്ങൾക്ക് ബാധകമാണ്? സെക്ഷൻസ് 19, 24, 27A.
1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 31A പ്രകാരമുള്ള വധശിക്ഷ ഏതൊക്കെ കുറ്റങ്ങൾക്ക് ബാധകമാണ്? സെക്ഷൻസ് 19, 24, 27A. ട്യൂഷൻ സെന്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. തൻ്റെ സെന്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന്. മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പരാതി. എ എന്ത് കുറ്റമാണ് ചെയ്തത്? പോക്സോ ആക്ട് സെക്ഷൻ 22 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്. കൂടാതെ 6 മാസം വരെ തടവിന് അർഹനാണ്. ട്യൂഷൻ സെന്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. തൻ്റെ സെന്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന്. മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പരാതി. എ എന്ത് കുറ്റമാണ് ചെയ്തത്? പോക്സോ ആക്ട് സെക്ഷൻ 22 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്. കൂടാതെ 6 മാസം വരെ തടവിന് അർഹനാണ്. പോക്സോയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. പോക്സോയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാം. ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാം. വിവരസാങ്കേതിക നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 66A. ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 66A. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 66C. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 66C. കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചാൽ ഉള്ള ശിക്ഷ സെക്ഷൻ 66D. കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചാൽ ഉള്ള ശിക്ഷ സെക്ഷൻ 66D. സ്വകാര്യത ലംഘിച്ചതിന് ഉള്ള ശിക്ഷ സെക്ഷൻ 66E. സ്വകാര്യത ലംഘിച്ചതിന് ഉള്ള ശിക്ഷ സെക്ഷൻ 66E. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ. സംസ്ഥാന വിവരാവകാശ ഉദ്യോഗസ്ഥൻ 3-ാം കക്ഷി വിവരങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ ആ 3-ാം വ്യക്തിക്ക് രേഖാമൂലം അറിയിപ്പ് നൽകണം. വ്യാപാര അല്ലെങ്കിൽ വാണിജ്യ രഹസ്യങ്ങളുടെ കാര്യത്തിൽ 3-ാം കക്ഷി വിവരങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല. 3-ാം കക്ഷി വിവരങ്ങൾ നൽകാനുള്ള തീരുമാനം നോട്ടീസിന് അപ്പീൽ നൽകാൻ കഴിയില്ല. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. സംസ്ഥാന വിവരാവകാശ ഉദ്യോഗസ്ഥൻ 3-ാം കക്ഷി വിവരങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ ആ 3-ാം വ്യക്തിക്ക് രേഖാമൂലം അറിയിപ്പ് നൽകണം. വ്യാപാര അല്ലെങ്കിൽ വാണിജ്യ രഹസ്യങ്ങളുടെ കാര്യത്തിൽ 3-ാം കക്ഷി വിവരങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല. 3-ാം കക്ഷി വിവരങ്ങൾ നൽകാനുള്ള തീരുമാന നോട്ടീസിന് അപ്പീൽ നൽകാൻ കഴിയില്ല. വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ. വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ. പ്രേക്ഷകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ പദം ഏത്? ഓപ്ഷൻ സി പ്രേക്ഷക. പ്രേക്ഷകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം പ്രേക്ഷക. നിഷ്ഫലയജ്ഞം എന്നർത്ഥം വരുന്ന ശൈലി കാകദന്ത ഗവേഷണം. നിഷ്ഫല യജ്ഞം എന്നർത്ഥം വരുന്ന ശൈലിയാണ് കാകദന്ത ഗവേഷണം. നിരാമയം എന്ന പദത്തിൻ്റെ പിരിച്ചെഴുത്ത് നിർ പ്ലസ് ആമയം.
നിരാമയം എന്ന പദത്തിൻ്റെ പിരിച്ചെഴുത്ത് നിർ പ്ലസ് ആമയം. സമത എന്ന വാക്കിൻ്റെ സമാനാർത്ഥമുള്ള പദമാണ് തുല്യത. സമത എന്ന വാക്കിൻ്റെ സമാനാർത്ഥമുള്ള പദമാണ് തുല്യത. 12 വർഷക്കാലം എന്നതിൻ്റെ ഒറ്റപ്പദം വ്യാഴവട്ടം. 12 വർഷക്കാലം എന്നതിൻ്റെ ഒറ്റപ്പദം വ്യാഴവട്ടം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം ചൊന്നവർ. ബഹുത്വ സൂചന നൽകുന്ന പദമാണ് ചൊന്നവർ. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക. അഷ്ടമുഷ്ടി. ശുദ്ധരൂപമാണ് അഷ്ടമുഷ്ടി. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം എന്ന വരികളുടെ സമാന ആശയം വരുന്ന പഴഞ്ചൊല്ലാണ് പാലോട് ചേർന്ന വെള്ളവും പാലാകും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം എന്ന വരികളുടെ സമാനാശയം വരുന്ന പഴഞ്ചൊല്ലാണ് പാലോട് ചേർന്ന വെള്ളവും പാലാകും. പ്രിമിറ്റീവ് എന്നതിൻ്റെ പരിഭാഷ പദമാണ് പ്രാകൃതമായ. പ്രിമിറ്റീവ് എന്നതിൻ്റെ പരിഭാഷ പദം പ്രാകൃതമായ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാട് എന്ന പദത്തിൻ്റെ പര്യായ പദക്കൂട്ടം ഏത്? കാനനം, ഗഹനം, വിപിനം. കാട് എന്ന പദത്തിൻ്റെ പര്യായ പദരൂപമാണ് കാനനം, ഗഹനം, വിപിനം. ചേഞ്ച് ദ ഫോളോയിങ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ദ ടീച്ചർ സെഡ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. Find the error and write the correct sentence. I have been working here since 2019. Right sentence. Pick the correct comparative degree sentence. My car is faster than yours. My car is faster than yours. Add suitable question tag. Let's go for a walk. Shall we? Let's go for a walk. Shall we? Complete the sentence by adding a suitable word given below. If she had studied harder, she would have passed the exam. If she had studied harder, she would have passed the exam. Select the sentence with the correct collective nouns. A pride of lions roamed the forest. A pride of lions roamed the forest. Choose the correct one-word substitute. A person who does not believe in the existence of God is called a atheist. A person who does not believe in the existence of God is called atheist. Choose the antonym of abundant. Scanty. Abundant antonym scanty. Choose the correct spelling. Miscellaneous. Fill in the blanks. The minister presided over the meeting. The minister presided over the meeting. Miscellaneous ന്റെ സ്പെല്ലിംഗ് MISCELLANEOUS. 3/8 ദശാംശ രൂപം 0.075. ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും 4:3 എന്ന അംശബന്ധത്തിലാണ്. 10 ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചാൽ ഇത് 3:1 എന്ന അംശബന്ധത്തിലായി. ഇപ്പോൾ ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡും വെള്ളവുമുണ്ട്? 18:6. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. എന്നാൽ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? 3. കോണുകളുടെ തുക 8200 ഡിഗ്രി ആയ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 47. ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം വിശത്തിൻ്റെ നീളത്തിൻ്റെ എത്ര മടങ്ങാണ്? √2. ഒരു ക്ലോക്കിലെ സമയം 10:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്ര? 135 ഡിഗ്രി. 0.256 ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.25 കിട്ടുക? 16. 3നും 89നും ഇടയിൽ 2 സംഖ്യകൾ ചേർക്കുന്നു. അങ്ങനെ ചേർക്കുന്ന ക്രമം ഒരു സമഗുണിത ശ്രേണിയാണ് എങ്കിൽ ആ 2 സംഖ്യകൾ ഏതെല്ലാം? 9ഉം 27ഉം. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 കിലോമീറ്റർ മണിക്കൂർ വേഗതയിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം 20 കിലോമീറ്റർ മണിക്കൂർ വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ മുഴുവൻ യാത്രയിലെയും ശരാശരി വേഗം എത്രയാണ്? 24.